ഇൻ ഹരിഹർ നഗറിൽ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവും, ഈ സോങ്ങിന് ഇന്നാർക്ക് ഇന്ന കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. കുറേ ടീഷർട്ട്സ് ഉണ്ടായിരുന്നു. വേലായുധൻ കീഴിലും എടുത്ത കുറേ കളർഫുൾ ടീഷർട്ട്സ്. അത് ഫ്രീ സൈസാണ്. ഓരോ ഷോട്ടിൻ്റെ സമയത്ത് ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത്, കുറച്ച് ഷോർട്സ് കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് എന്ന് പറയാൻ നേരത്ത് ഞാൻ ഓടിപ്പോയി ചുവന്ന ടീഷർട്ട് അല്ലെങ്കിൽ മഞ്ഞയോ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള കളറിലുള്ള ടീഷർട്ടൊക്കെ എടുത്ത് മുകേഷ് അതുവഴി കറങ്ങിയിട്ടൊക്കെ പതുക്കെ റിലാക്സ് ചെയ്തൊക്കെ വരും. മുകേഷ് വന്നിട്ട് അവസാനം മുകേഷ് പറഞ്ഞ് തിരഞ്ഞെടുക്കും, ഈ റെഡ് ഇത് കൊള്ളാം. അപ്പോൾ വേലായുധൻ പറയും, ഇല്ല സാർ റെഡ് ജഗദീഷ് ഏട്ടൻ എടുത്തു പോയി, ഇപ്പോൾ ഇത് പറ്റില്ല. ഇങ്ങനെ 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ മുകേഷ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡേ ഈ ഷർട്ട് ഇട്ട ഗംഭീര അഭിനയാവെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ല അങ്ങനെ കോസ്റ്റ്യൂമിലൊന്നും കാര്യമില്ല എന്ന് തെളിഞ്ഞത് അത് വേറൊരു സിനിമയില് ഇത് പ്രൊഡ്യൂസറും ജഗദീഷ് ചേട്ട്, അരമ മണി സാറും ജഗദീഷ് ചേട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്. എങ്ങനെയായെന്ന് അറിഞ്ഞൂടാ, അവിടെ വന്നിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം മണി സാർ പറഞ്ഞ ആ ജഗദീഷിന് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കണം. അങ്ങനെ ഇവൻ 3-4 പേരുണ്ട്. ജഗദീഷിന് മാത്രം ഭയങ്കര ഗിൽറ്റ്. ഇത് ഒരു പാവപ്പെട്ട ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്, പക്ഷെ ഫുൾ രാജാ പാർട്ട്. അങ്ങനെ ആ പടം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കോസ്റ്റ്യൂം കൊണ്ട് വലിയ കാര്യം. അപ്പോ ഇനി പാട്ടിലേക്ക് കിടക്കാം. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളുള്ളൂ മനസ്സേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലുവിറയൽ പക്ഷി പറയും ഭൂമിയിനി അടിമുടി കൊള്ളുന്നത് കുറുവനം നനങ്ങുമ്പോൾ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നും കിനാക്കളെല്ലാം. ഇപ്പോ നമ്മള് ഇപ്പൊ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ടു ഹരിഹർ നഗറിലേക്ക് എത്തുമ്പോൾ 18 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ നമ്മൾ ഇപ്പോൾ നേരത്തെ കളിയാക്കിയൊക്കെ പറഞ്ഞെങ്കിലും മാനസികമായിട്ടുള്ള ഒരു വളർച്ച എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത ഒരു കാര്യം, അന്നത്തെ ഒരു മെച്യൂരിറ്റിയുടെ കുറവും ഇന്ന് ആ മെച്യൂരിറ്റി വന്ന ഒരു കാര്യം ഞാൻ പറയാം. അത് നിങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം, കളിയാക്കണമെങ്കിൽ കളിയാക്കുകയും ചെയ്യാം. അന്ന് ഇൻ ഹരിഹർ നഗറിൽ ഉന്നം മറന്നെടുത്തപ്പോൾ നമ്മൾ ബൈക്കിൽ 2 ബൈക്കുണ്ട്. അത് ഒന്ന് ഓടിക്കുന്ന മുകേഷ്, ഒന്ന് ഓടിക്കുന്ന സിദ്ദിഖ്. അപ്പോൾ അത് ഓടിച്ച് കുറേ ഷോട്ട്സ് എടുത്തപ്പോൾ ഞാൻ പതുക്കെ മുകേഷിൻ്റെ അടുത്ത് തന്നെ റിക്വസ്റ്റ് ചെയ്തു, മുകേഷ് എനിക്ക് ഏതെങ്കിലും ഒരു ഷോട്ടിൽ ഞാൻ ഓടിക്കാൻ നീ ബാക്കി ഇരിക്കണം, കാരണം അത് പറ്റില്ല, നമ്മൾ 4 പേര് ഈക്വലാണ്, അപ്പോൾ ഞാൻ ഓടിക്കണം ഒരു ഷോട്ടിൽ. അപ്പോൾ മുകേഷും സിദ്ദിഖും ലാലും എല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിക്കുന്നു ബാക്കിൽ, 1-2 ഷോട്ടിൽ മുകേഷ് ബാക്കിൽ വന്നു, അശോകൻ ഓടിച്ചു, സിദ്ദിഖ് ബാക്കിലിരുന്നു. എന്നാൽ ടു ഹരിഹർ നഗറിൽ എത്തിയപ്പോൾ ഇതേപോലെ വന്നപ്പോൾ നിങ്ങൾ ഓടിച്ചപ്പോൾ ഞാൻ ഓടിക്കാമെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അന്നത്തെ എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് വന്നപ്പോൾ മുകേഷ് ഓടിച്ചിട്ട് ഞാൻ ബാക്കിൽ ത്രൂ ഔട്ട് ഞാൻ ബാക്കിലിരുന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ഇയേഴ്സ് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആക്ടിങ്ങിൽ എവിടെ ഇരിക്കുന്നു, ഇത് പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിൻ്റെ എവിടെ ഇരിക്കുന്നു, എന്തിരിക്കുന്നു എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ക്ഷണിക്കും. അല്ല അത് ശരിയാണ്. ഇപ്പം അത് മാത്രമല്ല, ഇപ്പോൾ അന്നങ്ങനെ നമ്മൾ ഒരു ഇമ്മച്യൂർഡായിട്ട് പെരുമാറിയെന്ന് അങ്ങനെ മുഴുവനായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആ റിസബാവയുടെ ഡെന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ കണ്ണടച്ച് കാണിക്കുമ്പോൾ ആക്ടിങ് ആയിരുന്നില്ല എന്ന് ചോദിക്കാൻ പറയുന്നത് അന്ന് മുകേഷാണ്. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇംപ്രവൈസേഷൻ. അത് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാക്കിയതും ജഗദീഷിന് ഏറ്റവും കൂടുതൽ കൈയടിയുണ്ട് അത് അന്ന് മുകേഷാണ് പറഞ്ഞത്. അങ്ങനെ കണ്ണടിച്ച് കാണിക്കുമ്പോൾ വെറുതെ റിയാക്ഷൻ പോരാ, അവൻ ചോദിക്കട്ടെ ആക്ടിങ് ആയിരുന്നല്ലേ എന്ന് പറഞ്ഞു. അല്ല അന്നും അത്തരം ഞാൻ പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്, അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഒരു ഡ്രൈവും ഒരു സ്പിരിറ്റും വേറൊരു തരത്തിലായിരുന്നു. ഒരു സ്ട്രഗ്ലിങ്ങിന്റെ അന്നത്തെ പീരീഡ് അതാണ്. ഇന്ന് ആ സ്ട്രഗ്ലിങ്ങിന്റെ പീരീഡ് അല്ല, ഇന്ന് നമുക്ക് നന്നാക്കണം എന്നുള്ള വാശിയാണ്. അന്ന് സ്ട്രഗിളിന്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതും ഇതുമായിട്ട് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞു മെച്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞ വേറൊരു കാര്യം ഓർമ്മയുണ്ട്. അന്ന് അശോകനെ കളിയാക്കിയാണ് അശോകനെ അന്ന് ഇടിക്കാൻ പിടിച്ചിട്ടുണ്ട്. ഈ സെറ്റിൽ വന്നപ്പോ അശോകൻ ഏറ്റവും നല്ല സുഹൃത്തും അന്നും സുഹൃത്ത് തന്നെയാണ്. പക്ഷെ അന്ന് അശോകനെ കളിയാക്കുന്ന ടോളറേറ്റ് ചെയ്യാൻ ഒരു ദിവസം അശോകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എല്ലാം അതേപോലെ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ ഇനി കളിയാക്കി. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അങ്ങനെ അതിന്റെ ഒരു കാരണം എന്താണ്? കാരണം പറഞ്ഞു അശോകനെ സംബന്ധിച്ചിടത്തോളം ഈ
എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഹ്യൂമറായിട്ട് ഞാൻ കണക്കാക്കുന്നത്, അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ളതാണ്, വലിയൊരു ഭാവനയുടെ കാര്യമാണ് ഈ വാക്കുകൾ ചൊറിച്ചു മല്ലുക എന്ന് പറയും, മറിച്ച് ചൊല്ലുക എന്നുള്ള ഒരു സംഭവം തിരിച്ചു പറയുക. അത് അശോകന് വളരെ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പല രീതിയിലും പറഞ്ഞപ്പോൾ ഇത് ഓരോ ദിവസവും ഇത് അശോകൻ ഇങ്ങനെ കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങ് ഇറിറ്റേഷൻ കൂടി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അശോക, ഞാൻ പറഞ്ഞു അശോക ഇത് ഹ്യൂമർ അല്ല, ഈ ചൊറിച്ചു മല്ലൽ എന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ അവസാനിച്ചു വരികയാണ്. ഒരു കേരളത്തിൻ്റെ ഒരു ചില പ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്താണ് കൂടുതലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നല്ല ഹ്യൂമറായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അവസാനം ഞാനൊരു പാട്ടുണ്ടാക്കി, അത് മുകേഷ് എല്ലാവർക്കും. ചൊറിച്ചുമല്ലിൽ വീരനശോകനടി, ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി, ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി, ചൊറിച്ചുമല്ലി ചളകുളമാക്കുമെടി. ഇതെല്ലാവരും കൂടെ പാടി അശോകനും പാടും. അല്ല, എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഭയങ്കര പന്തായം നടക്കും ഇവര്. അശോകൻ പറയുന്നു 23-ാം തീയതിയാണ് ഓണം. പറയുന്നല്ല 24, 23, 24 ഭയങ്കര പന്തായം വെച്ചിട്ട് കലണ്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കലണ്ടർ, മാതൃഭൂമിയുടെ കലണ്ടർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് 23 ജഗദീഷ് പറഞ്ഞാണ് ശരി. അപ്പം അശോകൻ പറഞ്ഞു മാതൃഭൂമിയിലായിരിക്കും, പക്ഷെ മനോരമയിൽ 24. അവൻ ഞാൻ പറഞ്ഞു അശോ ഇതിപ്പോ അങ്ങനെ മാറ്റി പറ, ഞാൻ കണ്ടതാണ് ഒരു വിധത്തിൽ സമ്മതിക്കും. പിന്നീട് അവസാനം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കലണ്ടറിലായിരുന്നു, ആ കലണ്ടർ മാറ്റിയിട്ടില്ല റൂമിൽ. അതൊക്കെ അന്നത്തെ സംഭവം. അവസാനം ഓണം മാറ്റി വെച്ചു.